ഞാൻ വെറുതെ ഇരുന്ന സമയത്ത് ഒരു പരിപാടി ചെയ്ത് ചുമ്മാ ഓണർ കമ്പനിയുടെ മെയിൽ എടുത്തിട്ട് എനിക്ക് അവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ റിവ്യൂ ചെയ്യാൻ താല്പര്യമുണ്ട്, എന്തെങ്കിലുമൊക്കെ അയച്ചു തരുമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയച്ചു, അല്ല മെയിൽ അയച്ചു. ആൻഡ് ഒരു റെസ്പോൺസും ഞാൻ പ്രതീക്ഷിച്ചില്ല. അവരെനിക്ക് ഒരു 5 ദിവസം 6 ദിവസത്തേക്ക് റെസ്പോൺസും തന്നില്ല. പക്ഷെ ഫൈനലി അവരിതാ ഒരു പ്രോഡക്റ്റ് ചോദിച്ചപ്പോൾ ഓണർ ഇതാ ഇത്രയും സാധനങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. ലെറ്റ്സ് റിവ്യൂ. ഓണർ നമുക്ക് അയച്ചു തന്ന സാധനങ്ങൾ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഒരു പെട്ടി മാത്രം ഞാൻ പൊട്ടിച്ചു. പുതിയ വാച്ച് ഇടേണ്ടി വന്നതുകൊണ്ട് ആ പെട്ടി ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം. കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ട്, എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാവേ. ആദ്യം ഓണർ ചോയ്സ് വാച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാച്ചാണ് അവർ അയച്ചു തന്നിട്ടുള്ളത്. ഓണർ കണക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് വഴിയാണ് ഇത് കണക്ട് ചെയ്യേണ്ടത്. സോ ബേസിക്കലി എൻ്റെ കൈ കിടക്കുന്നതാണ് ആ വാച്ച്. എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തത് ഇതിൻ്റെ ബ്രൈറ്റ്നസ് ലെവൽ ഈസ് സോ ഗുഡ് ആൻഡ് ടച്ച് റെസ്പോൺസ്. ഒരു 5000 റുപ്പീസ് അടുപ്പിച്ചാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ആ പ്രൈസിൻ്റെ അകത്ത് ഇതിൻ്റെ ടച്ച് റെസ്പോൺസ് ഈസ് വെരി ഗുഡ്. ഫീച്ചേഴ്സ് നോക്കപ്പോൾ 1.95 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു ബിൽറ്റ് ഇൻ GNSS ഒരു ലൊക്കേഷൻ സിസ്റ്റം ഉണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് സാധിക്കും. ആൻഡ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് മോണിറ്ററിംഗ് ഉണ്ട്. അതായത് ഈ ഇൻ്റർവെൽ ചില വാച്ചുകളുണ്ട്, ഒരു ഇൻ്റർവെൽ വെച്ചിട്ടാണ് ഹെൽത്ത് മോണിറ്റർ ചെയ്യണത്. ഇത് അങ്ങനെയല്ല, ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. ആൻഡ് പിന്നീട് ഇതിനകത്ത് വരുന്നത് ബ്ലൂടൂത്ത് കോളിംഗ് ഉണ്ട്. അപ്പോൾ കോൾ നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല ബാറ്ററി ലൈഫ് ഉണ്ട്. 120 ബിൽറ്റ് ഇൻ വർക്കൗട്ട് മോഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബ്രീത്തിങ് എക്സസൈസും 5 അടി വെള്ളത്തിൻ്റെ അകത്ത് വരെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കുറച്ച് ഫീച്ചേഴ്സാണ് വരുന്നത്. സോ ഫീച്ചേഴ്സ് അവിടെയൊക്കെ നിൽക്കട്ടെ. എപ്പോഴും വാച്ചിൻ്റെ ഫീച്ചേഴ്സ് വായിച്ചു നോക്കുന്ന സമയത്ത് നമ്മുടെ ഹെൽത്ത് വാച്ചുകളും അതുപോലെ തന്നെ സ്മാർട്ട് വാച്ചുകൾക്കൊക്കെ നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. ബട്ട് അത് ഉപയോഗിക്കുന്ന സമയത്താണ് ഇതിനെല്ലാം പണി കിട്ടുന്നത്. ഒന്നാമത്തത് കംഫർട്ടിൽ നിന്ന് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇത്രയും നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് OnePlus വാച്ച് ഹാരി പോട്ടർ എഡിഷൻ ആയിരുന്നു. ഒരുപാട് നാളായിട്ട് ഞാൻ യൂസ് ചെയ്ത് വരുന്നതാണ്. ആൻഡ് അതിൽ നിന്ന് എനിക്കൊരു മോചനം കിട്ടിയ ഒരു വാച്ചാണ് ഓണർ ചോയ്സ് വാച്ച് എന്ന് പറയുന്നത്. അതിന് ഏറ്റവും വലിയ റീസൺ ഇതിൻ്റെ കംഫർട്ട്. സ്ട്രാപ്പ് കംഫർട്ട് ഈസ് വെരി ഗുഡ്. നമ്മളിപ്പോൾ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കൈ ഒന്ന് വേർക്കും. അത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും, കണ്ടോ എൻ്റെ കൈ പാടൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് പക്ഷേ അൺകംഫർട്ടബിൾ ആയിട്ടേ ഫീൽ ചെയ്യില്ല. നമുക്ക് ചില വാച്ചുകൾ ഇട്ട് കഴിഞ്ഞാൽ ഊരി എറിയാൻ തോന്നും. പക്ഷേ ഇത് ഇട്ട് വേണമെങ്കിൽ കിടക്കാൻ, ഇത് കയ്യിൽ കിടക്കുന്നത് പോലും ഞാൻ അറിയുന്നില്ല. രണ്ടാമത്തത് ഇതിൻ്റെ ഡിസ്പ്ലേ ഒരു കേർവ്ഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ് ടച്ച് ചെയ്യാനായിട്ട്. പിന്നെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഒരു AMOLED ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ ആകെ കൂടി നമുക്ക് കാണാൻ പറ്റുന്ന കുറേ കോണ്ടൻറ്റ്സ് ഭയങ്കര ബ്രൈറ്റായിട്ട് ഭയങ്കര ഭംഗിക്ക് കാണാൻ പറ്റും. ഡിസൈൻ നോക്കുന്ന സമയത്ത് ഒരു ആപ്പിൾ വാച്ച് പോലെയൊക്കെ ഏകദേശം ഡിസൈൻ ഉണ്ട്. ആൻഡ് റൈറ്റ് സൈഡിലായിട്ട് ഒരു ചെറിയൊരു ബട്ടൺ മാത്രമാണ് വരുന്നത്. ആ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ വാച്ച് വെയ്ക്ക് ചെയ്യാൻ പറ്റും. ഹോൾഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാച്ച് ഫേസസ് മാറ്റാൻ പറ്റും. ആൻഡ് വാച്ച് ഫേസസ് ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ റെസ്പോൺസ് കണ്ടായിരുന്നു, കണ്ടോ? ഇത് ഭയങ്കര നല്ല റെസ്പോൺസാണ്. ഭയങ്കര സുഖമായിട്ട് ഇത് വർക്ക് ആവണേ. ഹോം പേജിൽ നിന്ന് നമ്മൾ റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആക്ടിവിറ്റി റെക്കോർഡ് ഉണ്ട്. പിന്നീട് ഹാർട്ട് റേറ്റ്, SpO2, സ്ട്രെസ്സ്, സ്ലീപ്പ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൾ ചെയ്യാൻ പറ്റും, കോൺടാക്റ്റ്, അതുപോലെ തന്നെ വോയിസ് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. ഇൻ കേസ് നിങ്ങൾ ആരുടെങ്കിലും അടി കൂടുകയാണ്, ആ സമയത്ത് എന്തെങ്കിലും റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. താഴെ നിന്ന് മേളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് കാണാം. മേളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഓരോ ഫീച്ചേഴ്സ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വാച്ചിനെ പറ്റി പറയാനായിട്ട്. വാച്ചിനെ പറ്റി വലിയ ആധികാരികമായിട്ട് പറയാനൊന്നുമില്ല. ബട്ട് ദിസ് വാച്ച് ഇസ് വെരി ഗുഡ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ OnePlusൽ നിന്ന് എനിക്കൊരു മോചനം കിട്ടിയ വാച്ചാണ്. ആൻഡ് ഡെഫിനറ്റ്ലി ചെക്ക് ദിസ് ഔട്ട്. അടുത്തതായിട്ട് നമുക്ക് അവരയച്ചു തന്നത് ഓണർ ചോയ്സ് ഇയർബഡ്സ് X5. ഇതിൻ്റെ പുറകിലായിട്ട് കുറച്ച് ഫീച്ചേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട്. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ, 35 മണിക്കൂർ ലോങ് ബാറ്ററി ലൈഫ്, സ്റ്റേബിൾ കണക്ഷൻ. നമുക്ക് ആദ്യം ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ആപ്പിൾ പോലെ ഇങ്ങനെ വയ്ക്കപ്പോൾ ഇളകിയൊന്നും വരില്ല കേട്ടോ. ഓക്കെ, സോ നമ്മുടെ ഇയർബഡ്സ് ആണ് ഇതായിരിക്കുന്നത്. ഒരു ചെറിയൊരു പേപ്പറിലൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. അല്ലാതെ നമുക്ക് ചാർജിങ് കേബിൾ യൂസർ മാനുവൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒന്നും കിട്ടാൻ പോകണില്ല. തുറന്ന് നോക്കിയിട്ട് കാര്യമില്ല. ആൻഡ് ഫ്രഷ് ഡിസൈൻ. ആക്ച്വലി നമ്മുടെ ഓപ്പോയുടെയൊക്കെ ഇയർബഡ്സ് സിമിലർ ഡിസൈനിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. അതായത് ഓപ്പോയുടെ തന്നെ ഒരു ഇയർബഡ്സ് ഉണ്ട്, എനിക്ക് മോഡൽ നമ്പർ ഓർക്കുന്നില്ല. മേളിലായിട്ട് ട്രാൻസ്പെറൻറ്റ് കേസാണ്, ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും. സിമിലർ ആയിട്ടുള്ള ഷേപ്പ് ആൻഡ് സിമിലർ ആയിട്ടുള്ള ഡിസൈൻ. ഫ്രണ്ടിലായിട്ട് ഒരു LED ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ബോട്ടം സൈഡിലായിട്ട് നമുക്കൊരു Type-C ആണ് വരുന്നത്. ചാർജിങ്ങിന് 35 hours വരെ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. സോ ഒരു ഇയർബഡ്സ് എടുക്കാം, കാതിലേക്ക് വയ്ക്കാം. ഓട്ടോമാറ്റിക്കലി ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ഫോണിലൊന്ന് കണക്ട് ചെയ്ത് നോക്കാവേ ക്വിക്കായിട്ട്. നമ്മുടെ ഓണർ ചോയ്സ് ഇയർബഡ്സ് X5 കാണിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് പെയറിങ് കൊടുത്തു, പെയറായി, കണക്റ്റഡ് ആയെന്ന് കാണിച്ചിട്ടുണ്ട്. നമുക്ക് റാൻഡമായിട്ടൊരു പാട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാവേ. ഓ നൈസ്. സോ ബേസിക്കലി ബേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കയറി നിൽക്കുന്ന ഒരു ഇയർബഡ്സ് ആണ് കേട്ടോ. അതായത്
സോ നമ്മൾ ആദ്യത്തെ പാട്ട് പ്ലേ ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു ബേസ് ഇങ്ങനെ കയറി മുഴങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് ബാഡായിട്ടുള്ളൊരു മുഴക്കമല്ല, ബട്ട് സ്റ്റിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്ക് ചില പാട്ടുകളിൽ ബേസ് ഇങ്ങനെ കയറി നിൽക്കുന്നത് വലിയ താല്പര്യമുള്ളതില്ല. എനിക്കെല്ലാം ബാലൻസ് ചെയ്ത് നിൽക്കുന്നതാണ് ഇഷ്ടം. എൻ്റെ അത് ബേസ് കുറച്ച് കയറിയാണ് നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു ബേസ് ഉള്ള ഏതെങ്കിലും ബേസ് ഗിത്താറിൻ്റെയൊക്കെ സീക്വൻസ് വരുന്ന സമയത്ത് ബേസ് ഗിത്താർ മൊത്തത്തിൽ മുഴങ്ങി കയറി ബാക്കിയുള്ള നോയ്സുകളെ ഭയങ്കരമായിട്ട് സപ്രസ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി വോക്കൽസ് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. ടോൺ ക്വാളിറ്റി എക്സെപ്ഷണൽ ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. ടോൺ ഭയങ്കര നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഭയങ്കര നല്ല ക്വാളിറ്റി. അത് നമുക്കിപ്പോൾ ട്രാൻസിഷൻസ് ഒക്കെ വരുന്ന സമയത്തും ബെറ്ററായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എനിക്കിതാണ് ഇതിനകത്ത് തോന്നിയിട്ടുള്ളൊരു കാര്യം. സോ നോയ്സ് ക്യാൻസലേഷൻ്റെ കാര്യം പറയുമ്പോൾ ഭയങ്കര വലിയ നോയ്സ് ക്യാൻസലേഷൻ ഒന്നുമില്ല. എനിക്കിപ്പോൾ ഇവർ സംസാരിക്കുന്നത് ഇങ്ങനെ ചെറുതായിട്ട് കേൾക്കാൻ പറ്റും, എന്നാലും തരക്കേടില്ല. ലൈക്ക് വെൻ വി കമ്പയർ ഇറ്റ് ടു OnePlus Buds 3 അതിനാണ് കുറച്ചുകൂടി നോയ്സ് ക്യാൻസലേഷനിൽ നമുക്ക് 100% കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അടുത്ത പ്രോഡക്റ്റിലേക്ക്. സോ ഗൈസ്, അടുത്തത് നമ്മുടെ ഫോണാണ് അവർ അയച്ചു തന്നിട്ടുള്ളത്. അതിന് ഞാൻ വളരെ സന്തുഷ്ടനാണ് അല്ലേ, സന്തുഷ്ടനാണ്. Honor X9B 5G എന്നാണ് ഫോണിൻ്റെ പേര്. പണ്ട് ഫാൻസി കത്തികളൊക്കെ വെച്ച് അൺബോക്സ് ചെയ്തുകൊണ്ടിരുന്ന ഞാനാണ്. ഇപ്പോൾ 5 രൂപയുടെ ബ്ലേഡ് വെച്ചാണ് അൺബോക്സ് ചെയ്യുന്നത്. ഒന്നും കരുതരുത്, നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ പുറകിലായിട്ട് ഫീച്ചേഴ്സ് ഒന്നുമില്ല, അല്ലെങ്കിൽ പുറകിൽ എന്തെങ്കിലുമൊക്കെ ഫീച്ചേഴ്സ് എഴുതി വയ്ക്കുന്നതാണ്. ഓക്കെ, സോ ആദ്യം നമുക്ക് ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇത് എനിക്ക് തോന്നുന്നത് ഞാൻ വിചാരിക്കുകയും ചെയ്തു, ഇവരെല്ലാ സാധനങ്ങളും അയച്ചു തന്ന സമയത്ത് ഒരു ചാർജറിൻ്റെ കട്ടയും കൂടി അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. 30 വാട്ട്സിൻ്റെ പവർ അഡാപ്റ്റർ. ഇതിൻ്റെ അകത്ത് 30 വാട്ട്സിൻ്റെ പവർ അഡാപ്റ്റർ ഇല്ല. Honor X9B 5G നമുക്ക് ചാർജർ ഇല്ലാതെയാണ് വരുന്നത്. ചാർജിങ് ബ്രിക്ക് ഇല്ല. നമുക്കൊരു Type A to Type C കേബിൾ വരുന്നുണ്ട്. ബട്ട് വി ആർ ഗെറ്റിംഗ് എ ഇയർഫോൺ, ഒരു Type C to 3.5 കൺവേർട്ടറും ഒരു ഹെഡ്ഫോണും കിട്ടുന്നുണ്ട്. നല്ല കാര്യം. ഹെഡ്ഫോൺ ഒന്ന് പറ്റിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ പെട്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതാ അവർ നമുക്ക് ഒരു 30 വാട്ട്സിൻ്റെ പവർ അഡാപ്റ്റർ തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ സെപ്പറേറ്റ് വാങ്ങണം. ഇനി നമ്മുടെ ദ മൊമെൻറ്റ് ഓഫ് ട്രൂത്ത്, നമ്മുടെ ഫോൺ. ഗായ്സ്, ഫോണ് ഭയങ്കര ലുക്കാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. മാട്രിക്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. AI വിഷൻ ക്യാമറ. ഓണറിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. ആൻഡ് ഫ്രണ്ടിലായിട്ട് നമ്മുടെ പഞ്ചോ ഡിസ്പ്ലേ ആൻഡ് കേർവ്ഡ് ഡിസ്പ്ലേ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. എനിക്ക് എസ്പെഷ്യലി കേർവ്ഡ് ഡിസ്പ്ലേ ഫോണുകൾ ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് എല്ലാവർക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. മേളിലായിട്ട് നമ്മുടെ സെക്കൻഡറി മൈക്രോഫോണും ബോട്ടം സൈഡിൽ നമ്മുടെ പ്രൈമറി മൈക്രോഫോൺ, Type C പോർട്ട്, സിം ഇജക്ഷൻ സ്ലോട്ട്, റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ പവർ ബട്ടൺ, വോളിയം ബ്രോക്കറും, ലെഫ്റ്റ് സൈഡിലായിട്ട് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. 185 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ്. ആക്ച്വലി 185 ഗ്രാമായിട്ട് നമുക്കങ്ങനെ ഭയങ്കര വലിയ വെയിറ്റ് ഫീൽ ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ എന്തുകൊണ്ടോ, നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന കാര്യമാണ്, എന്തുകൊണ്ടോ നമ്മുടെ ഫോണിൻ്റെ അകത്ത് ചെറിയൊരു കേസ് ഇട്ട് കഴിഞ്ഞാൽ വെയിറ്റ് കൂടും. നമ്മുടെ S23 Ultra ഞാൻ ഉപയോഗിച്ച സമയത്ത് അതിൻ്റെ അകത്തൊരു ചെറിയൊരു കേസ് ഇട്ടതേ ഉള്ളൂ, ഭയങ്കരമായിട്ട് അതിൻ്റെ വെയിറ്റ് കൂടിയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. മേ ബി നമ്മുടെ മൈൻഡിൽ അങ്ങനെ ഫീൽ ചെയ്യുന്നതായിരിക്കും. സോ ഞാൻ ക്ലിയർ കേസ് അവർ തരുന്നുണ്ട്. ആ കേസും കൂടി ഒന്ന് ഇട്ട് നോക്കട്ടെ. വളരെ ക്വാളിറ്റി കുറഞ്ഞ കേസ്. എനിക്ക് മാത്രമുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞുകൂടാ, ആ കേസ് ഇട്ട സമയത്ത് ഇതിന് വെയിറ്റ് കൂടിയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. പക്ഷേ അത്യാവശ്യം നല്ല കംഫർട്ട് തരുന്നുണ്ട് കേട്ടോ കയ്യിൽ പിടിക്കപ്പോൾ. നോക്കിയേ, ഇതിൻ്റെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. ഇതിൻ്റെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ ഒരു മാങ്കുഞ്ഞ് വന്ന് എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 13 ബേസ് ആയിട്ടുള്ള Magic OS 7.2 ആണ് ഇതിനകത്ത് റൺ ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ സ്പെക്ക് നമ്മൾ നോക്കുമ്പോൾ 6.78 ഇഞ്ചിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 1.7 ബില്യൺ കളേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് പ്രൊസസ്സർ നോക്കുമ്പോൾ Qualcomm Snapdragon 6 Gen 1 ആണ്. Adreno A70 ആണ് ഇതിൻ്റെ GPU. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ പറയുന്നത് ക്യാമറ അത്യാവശ്യം നല്ല കിടിലൻ ക്യാമറയാണെന്ന് പറയുന്നുണ്ട്. 1.8 മെഗാ പിക്സലിൻ്റെ ലോസ്ലെസ് ക്യാമറ എന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ എടുക്കുന്ന ഫോട്ടോയ്ക്ക് ക്വാളിറ്റി ലോസ് ഇല്ലാത്ത ക്യാമറ, പ്ലസ് ഒരു 5 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡും പ്ലസ് 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോയും കൂടി കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് സെൽഫി ക്യാമറ നോക്കുമ്പോൾ 16 മെഗാ പിക്സൽ ആസ് യൂഷ്വൽ. ബാറ്ററി 5800 mAh, 35 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലിഥിയം പോളിമർ ബാറ്ററിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ ലോസ്ലെസ് ക്യാമറ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവേ. സോ ലെറ്റ്സ് ടേക്ക് എ സെൽഫി ഫസ്റ്റ്. എങ്ങനെയാണോ ലൈറ്റ് അടിച്ചിരിക്കുന്നത് അതേ ആ രീതിയിൽ കിട്ടുന്നുണ്ട്. ഡീറ്റെയിൽസ് ഒക്കെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു ബെറ്ററായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ ഒറ്റ നടത്തി പറയാൻ പറ്റില്ല, സ്റ്റിൽ ഐ ട്രൈ മൈ ബെസ്റ്റ്. അടുത്ത് നമ്മുടെ റിയർ ക്യാമറ. സോ ഇതാണ് ഞാൻ എടുത്ത ഫോട്ടോ, ഒരു കൊക്കക്കോളയുടെ ക്യാൻ. ഇതിനകത്ത് ഇവർ പറയുന്ന ലോസ്ലെസ്, ലൈക്ക് ആക്ച്വലി അത് കറക്റ്റാണ്. നമ്മളിപ്പം എത്രയൊക്കെ സൂം ചെയ്ത് കഴിഞ്ഞാലും അത്യാവശ്യം ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അൾട്രാ വൈഡ് ഇത്രയും വൈഡാണ്.
ആൻഡ് മാക്രോയും കൂടി ഇതിനകത്ത് വരുന്നുണ്ടല്ലേ, നമുക്ക് മാക്രോ നോക്കാം. സോ ഇതാണ് മാക്രോയിൽ എടുത്ത ഷോട്ട്. അത്യാവശ്യം തിരക്കേടില്ലാത്ത ഷോട്ട് തന്നെയാണ്. ബട്ട് ഏത് ഫോണാണെങ്കിലും നമ്മൾ ഒരു എക്സ് എമൗണ്ട് ഓഫ് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫോട്ടോ എടുക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. വീഡിയോ നോക്കുന്ന സമയത്ത് നമുക്ക് അൾട്രാ വൈഡിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ മെയിനിലും വീഡിയോ റെക്കോർഡ് ചെയ്യാം. ഇനി വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന FPS നമുക്കിവിടെ മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നു. 1080p 4K വരെയാണ് മാക്സിമം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. 4K ആൻഡ് എത്ര FPS വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി കഴിഞ്ഞാൽ 60 FPS ഷൂട്ട് ചെയ്യാം. 1080p വരെയാണ് നമുക്ക് 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. 4K നമുക്ക് 30 FPS മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് വീഡിയോ അത്യാവശ്യം സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോ ആണെന്ന് തോന്നുന്നു. ലൈക്ക് നമുക്ക് ഈ ഒരു വ്യൂവിൽ കാണുമ്പോൾ അത്യാവശ്യം നല്ല മെനയുള്ളതായിട്ട് തോന്നുന്നു. ചില ഫോണിലുണ്ട് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനെ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ റിയൽ ടൈം ആയിരിക്കില്ല. അതായത് ഈ ഒരു ഷെയ്ക്ക് ആക്ച്വലി ഈ ഒരു നമ്മൾ കൈ എടുത്ത് അനക്കി കഴിഞ്ഞാൽ ആ ഷെയ്ക്ക് ഇതിനകത്തേക്ക് വരാനായിട്ട് ഒരു മൈന്യൂട്ട് സെക്കൻഡിൻ്റെ ഗ്യാപ്പ് എടുക്കും, അല്ലെങ്കിൽ ഒരു ഡിലേ വരും. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ആൻഡ് ഡിസ്പ്ലേ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വിത്ത് കളേഴ്സ്. കാരണം ഈ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ വരുന്ന ഈ സാധനത്തിൻ്റെ കളർ എനിക്ക് ഭയങ്കരമായിട്ട് എടുത്തിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ബ്ലാക്സ് ആർ വെരി ഗുഡ്. ഇതാണ് നമ്മുടെ ഓണറിൻ്റെ X9B എന്ന് പറഞ്ഞിട്ടുള്ള ഫോണ്. ഇതിൻ്റെ അകത്ത് 120 FPS ആണ് റിഫ്രഷ് റേറ്റ് വരുന്നത് ഗെയിമൊക്കെ കളിക്കാനായിട്ട്. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ആണ് ഓണർ ഓഫർ ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എന്തായാലും ഞാൻ ഇടാം. ബട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഫോണ് ഒരു ഇനീഷ്യൽ ഇംപ്രഷനിൽ കയ്യിൽ പിടിക്കാനായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നു. ആൻഡ് അത്ര വെയിറ്റ് നമുക്ക് കയ്യിൽ ഫീൽ ചെയ്യുന്നില്ല. കേസ് ഇടാതെ ഒരു കർവ്ഡ് ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ, നല്ല വ്യൂയിങ് ആംഗിൾസും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ട്. വേറൊരു കാര്യം വെച്ചാൽ നമുക്ക് ഇനീഷ്യൽ ഇംപ്രഷനിൽ പറയും പോലെ ആയിരിക്കില്ല കുറച്ച് ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട്. ബിക്കോസ് അത് എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫോണാണെങ്കിലും. സോ ഇനിഷ്യൽ ഇംപ്രഷൻ നോക്കണ്ട, നിങ്ങൾക്കൊരു ചെറിയൊരു ഐഡിയ തന്നേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ.